ഹലോ എവരിവൺ. നമ്മുടെ ഇന്നത്തെ ടൂറാണ് അസർബൈജാൻ മഡ് വോൾക്കാനോ ടൂർ. അസർബൈജാനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മഡ് വോൾക്കാനോ. എന്താണ് മഡ് വോൾക്കാനോ എന്ന് ചോദിച്ചാൽ, ഈ അസർബൈജാൻ എന്ന് പറയുന്നത് അതിഭീകരമായ നാച്ചുറൽ റിസോഴ്സ് ഉള്ള ഒരു രാജ്യമാണ്. നമ്മളെ ഗൈഡ്, എൻ്റെ ഒപ്പം വന്ന ഗൈഡ് തമാശക്ക് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ഒരുപക്ഷെ വെള്ളമായിരിക്കും കിട്ടുക, പക്ഷേ അസർബൈജാനിൽ അങ്ങനെയല്ല. അസർബൈജാനിൽ ഭൂമി കുഴിച്ചാൽ ചിലപ്പോൾ ക്രൂഡ് ഓയിലോ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസുകളോ ആയിരിക്കും. അത്രയധികം നാച്ചുറൽ റിസോഴ്സസ് ഉള്ളൊരു കൺട്രിയാണ് അസർബൈജാൻ. അതായത് ഇവർ റിഗ് ചെയ്തെടുക്കാത്ത അല്ലെങ്കിൽ അവർ കുഴിച്ചെടുക്കാത്ത ആ പ്രകൃതി വാതകങ്ങൾ പുറത്തോട്ട് ഭൂമി സ്വയം പുറത്തോട്ട് തള്ളുന്നതാണ് മഡ് വോൾക്കാനായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ആ തള്ളുന്ന കൂട്ടത്തിൽ തന്നെ മഡും വെള്ളവും ഓയിലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അത് പുറത്തോട്ട് തള്ളുക. അതങ്ങനെ കാലങ്ങളായി തള്ളി തള്ളിയൊരു മല പോലെ ആയി വന്നിരിക്കുന്നതാണ് മഡ് വോൾക്കാനോ. നമ്മളത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, കാരണം അത് ജസ്റ്റ് ഒന്ന് കത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കത്തും. അതായത് നമ്മളവിടെ നിൽക്കും. ഈ മഡ് വോൾക്കാനോ നിൽക്കുന്ന സ്ഥലം നമ്മുടെ അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കുവിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറോളം ട്രാവൽ ചെയ്താണ് നമ്മൾ ആ സ്ഥലത്തെത്തുക. ഗുബുസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നമ്മുടെ ബസ്, പിന്നെ നമ്മുടെ ബസ് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകില്ല. ബസ് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യും, കാരണം റോഡുകളില്ല, മലയും കുന്നും എല്ലാമാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ലോക്കൽ പീപ്പിൾ നമ്മൾ ഓൾറെഡി അവിടെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടാകും. ലോക്കൽ പീപ്പിളിനെ കാറുകൾ നമ്മൾ ഹയർ ചെയ്യുക. ഫണ്ണി ആയിട്ടുള്ളൊരു പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ, അവിടുത്തെ ടൂറിസ്റ്റുകൾ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാത്രമല്ല ടൂറിസ്റ്റുകളും പല നാട്ടിലുള്ള പല രാജ്യങ്ങളുള്ള ആൾക്കാർ ആ മഡ് വോൾക്കാനോല മഡ്, അതായത് ആ ചെളിയും ഇതൊക്കെ കിടന്ന മഡ് കുപ്പികളിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവിടുത്തെ ചില ലോക്കൽ പീപ്പിൾസ് അത് വിൽക്കുന്നുമുണ്ട്. അവർ പറയുന്നത് അത് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. പക്ഷെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത് സ്കിന്നിന് നല്ലതായിരിക്കുമെന്ന്. കാരണം ആ വരുന്നത് ക്രൂഡ് ഓയിലാണ്. ആ മഡ് വോൾക്കാനോയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് തള്ളി വരുന്ന ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസൊക്കെ ചേർന്ന ഒരു ലിക്വിഡാണ്. വിത്ത് മഡിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിൽ വരുന്നത് ആ ക്രൂഡ് ഓയിലും കാര്യങ്ങളൊക്കെയാണ്. അതൊരിക്കലും നമ്മുടെ ഫേസിൽ തേച്ചാൽ അല്ലെങ്കിൽ സ്കിന്നിൽ തേച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നില്ല. ലോക്കൽ പീപ്പിൾ അതൊരു തമാശയായിട്ട് എന്നോട് പറഞ്ഞു. വരുന്ന ടൂറിസ്റ്റുകൾക്ക് ബുദ്ധിയില്ല, ഇവർക്ക് കോമൺ സെൻസിൽ ചിന്തിച്ചുകൂടെ, അതൊരിക്കലും അതൊരു ഹെൽത്തി പ്രൊഡക്റ്റ് അല്ല, സ്കിന്നിൽ തേക്കാൻ പറ്റിയ ഹെൽത്തി പ്രൊഡക്റ്റ് അല്ല. പക്ഷേ നമ്മുടെ ആളുകളോട് പറഞ്ഞത് സമ്മതിക്കില്ല. അവർ വരുമ്പോൾ തന്നെ ഒരുപാട് കാലി കുപ്പികളായിട്ട് വരും. നമുക്ക് എൻ്റെ വീഡിയോസിൽ കാണാൻ പറ്റും. ആ വോൾക്കാനോ ചുറ്റും കാലിക്കുപ്പികൾ അവിടെ ഇവിടെ കിടക്കുന്നത്. ഒരു ആൾക്കാർ വരുന്നത് കാലിക്കുപ്പിയായിട്ട് തന്നെയാണ്. എന്നിട്ട് ഇത് മഡ് കളക്ട് ചെയ്ത് ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം രാജ്യത്തോട്ടോ കൊണ്ടുപോകും. എന്നിട്ട് പിന്നീട് വളരെ ഹെൽത്തി പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ് ഫേസിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. ശരിക്കും അത് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിരിക്കും നിങ്ങളുടെ സ്കിന്നിന് ചെയ്യുക. ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോകാം ഒരു കൗതുകത്തിന് എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ഒരിക്കലും സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുറച്ച് മുമ്പ് നേരത്തെ ഉള്ള വീഡിയോസ് നോക്കിയാൽ, അതായത് ഈ വീഡിയോയുടെ കുറച്ച് മുമ്പുള്ള ഭാഗങ്ങൾ നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ തുടക്കം തന്നെ കാണാം, അവർ കത്തിക്കുമ്പോൾ അത് കത്തും. അതാണ് എൻ്റെ പ്രത്യേകത. അതായത് അത്രയും ഗ്യാസ് ഇങ്ങനെ ഓട്ടോമാറ്റിക് പുറത്തോട്ട് പോകാനാണ്. അവിടുത്തെ ലോക്കൽ പീപ്പിൾ നമ്മളെ കാണിച്ചു തരും. അവരിങ്ങനെ തീപ്പെട്ടി വെച്ച് അല്ലെങ്കിൽ മാച്ച് ബോക്സ് വെച്ച് അല്ലെങ്കിൽ ലൈറ്ററൊക്കെ വെച്ച് കത്തിച്ച് ഇങ്ങനെ കാണിച്ചു തരും. കത്തിക്കുമ്പോൾ അത് നിന്ന് കത്തും കുറേ നേരം, ചിലപ്പോൾ മണിക്കൂറുകളോളം കത്തും. അങ്ങനത്തെ ചില സ്ഥലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തീയിട്ട് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. പിന്നെ അവർ ചില സമയത്ത് കാറ്റ് ശക്തമായിട്ട് വീശുമ്പോൾ തീയിടും. പക്ഷെ എപ്പോഴും ഗ്യാസ് പുറത്തിടും. വെറുതെ നമുക്ക് ഭയങ്കര വിഷമം വരും. ഇത്രയും ഗ്യാസ് വെറുതെ വേസ്റ്റായിട്ട് പോവുകയാണോ എന്നുള്ളൊരു തോട്ട് വരും നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബസ് അല്ലെങ്കിൽ നമ്മൾ വരുന്ന നമ്മുടെ വണ്ടി ഒരു പോയിൻ്റ് വരെ അവർ ലോക്കൽ പീപ്പിളിൽ അവിടെ അലോ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ വെഹിക്കിൾ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതലും അവർ യൂസ് ചെയ്യുന്ന ഈ കാണുന്ന ലാഡ ടൈപ്പ് കാറുകളാണ്. കാരണം നമ്മുടെ വണ്ടി അല്ലെങ്കിൽ നമ്മൾ വരുന്ന വെഹിക്കിൾ ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ ടൈമിൻ്റെ ദൂരം നമ്മൾ ഇവരുടെ കാറ് ഡ്രൈവ് ചെയ്ത് പോരേണ്ടി വരും. അപ്പോൾ അവിടെ റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ തന്നെ വണ്ടി ഓടിച്ച്, അതായത് അവർ തന്നെ വണ്ടി ഓടിച്ച് നമ്മളവിടെ എത്തിക്കും. അപ്പോൾ ഞാൻ ഈ വണ്ടി ഇതിനു മുമ്പ് 2013 കാലഘട്ടത്തിൽ ഞാൻ യുക്രൈനിൽ പോയപ്പോൾ ഞാൻ ഈ ലാഡ കാറുകൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. അപ്പോൾ ഞാൻ ഡ്രൈവറായിട്ട് ഈ വണ്ടിയുടെ കാര്യങ്ങൾ സംസാരിച്ചു, വണ്ടിയുടെ സ്പെക്കിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഡ്രൈവർക്ക് തോന്നി എനിക്ക് വണ്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാമെന്ന്. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചു, അർഷിക്ക് താങ്കൾക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യണോ എന്ന് ചോദിച്ചു. ഞാൻ കിട്ടിയ ചാൻസാണ്, ഞാൻ ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് വണ്ടി തരുകയും ചെയ്തു. ഇതൊരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ആകെ 3 ഗിയർ മാത്രമേ വണ്ടിക്കുള്ളൂ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, പിന്നെ റിവേഴ്സേ ഉള്ളൂ. അങ്ങനെ 4 ഗിയർ മാത്രമേ വണ്ടിക്കുള്ളൂ.
ഏകദേശം ഒരു 42 വർഷം പഴക്കമുള്ള കാറാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ആ ഭാഗത്തോട്ട് ഈ വെഹിക്കിൾസ് മാത്രമാണ് അവർ അലോ ചെയ്യുന്നുള്ളൂ. നമ്മുടെ വണ്ടി കൊണ്ടുവരാൻ മിക്കപ്പോഴും സമ്മതിക്കാറില്ല. അസർബൈജാൻ ലോക്കൽ പീപ്പിളിന് അവർ അലോ ചെയ്യാറുണ്ട്. അല്ലാതെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് ടൂറിസ്റ്റ് വെഹിക്കിൾസ് ആ ഏരിയയിലോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ സമ്മതിക്കാറില്ല. പിന്നെ അതും റിസ്ക്കുമാണ്, കാരണം റോഡില്ല, ഭയങ്കര മോശം ടെറൈനാണ്. ആ കാണുന്ന ടെറൈൻ നിരപ്പായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഈ മഡ് വോൾക്കാനോട് ഇതൊക്കെ വീണ് ആകെ കുണ്ടും കുഴിയുള്ളൊരു ടെറൈനാണ്. അത്രയും ദൂരം നമ്മുടെ വണ്ടി, നമ്മൾ കൊണ്ടുവരുന്ന വണ്ടി ഓടിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ സസ്പെൻഷൻ അടിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ഒരു അസർബൈജാൻ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അസർബൈജാൻ പോകുന്നുണ്ട് എങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് മഡ് വോൾക്കാനോ വിസിറ്റ്. ഇതൊരു പ്രകൃതിയുടെ അത്ഭുതം തന്നെയാണ്.